തുടങ്ങാം. ഇനിയാണ് തുടക്കം. ഒന്നിങ്ങോട്ട് ഇറങ്ങി വന്നേ. ഇതാരെ വരുന്ന നോക്കി. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യപരമായ ഒരു ആവശ്യങ്ങളും ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ പരിഗണിക്കുന്ന ഒരു വേദിയെ അല്ല ഇത്. അങ്ങനെ പറയരുത് പ്ലീസ്. ഏതാ നിന്റെ രാജ്യം? കോഴിക്കോട്. കുതിരവട്ടമല്ലല്ലോ? നിങ്ങൾക്കിപ്പോൾ കണ്ടക സാറ്റർഡേ ആണ്. എന്താ കണ്ടക ശനിയാണെന്ന്? പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? ഇത് സുരേഷ് ഗോപി തമ്പുരാൻ കലിങ്കിൽ ഇരുന്നിട്ട് ഓരോ ദിവസവും ഓരോ ഉത്തരവിടും. നിങ്ങളെല്ലാരും ഓം ബ്രാ എന്ന് പറഞ്ഞിട്ട് അനുസരിക്കണം. അതാണ് ഈ കലിംഗ സൗഹൃദത്തിന്റെ ഒരു സിലബസ്. എല്ലാവർക്കും മനസ്സിലാവണ്ടല്ലോ അല്ലേ? തിന്നാ എന്തിനാ ഇത്ര തൂക്കുള്ള ആൾക്കാരെ ദൈവം സൃഷ്ടിച്ചേക്കണേ? ഇവനൊക്കെ കൊണ്ടുപോയി കുഴിച്ചിട്ടുണ്ട്. ഏക്കെന്തര പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേലെ. പ്രജകൾ, കാരണം ഇത് പ്രജകളുടെ രാജ്യമാണ്. എന്റെ ഈശ്വര, ഇങ്ങനെയുണ്ടോ മനുഷ്യര്? കാണിക്കുന്നത് മുഴുവൻ ശുദ്ധ പോക്കർത്തരാട്ടോ. മനസ്സിലായ മൂപ്പര് രാജാവാണ്. ഇപ്പോഴൊക്കെ പ്രജകളും. എല്ലാരും ഇങ്ങനെ പിടിക്കേ ഓം ബ്രാ. രാജാവിന് എന്ത് ക്യൂ വഴിയൊരുക്കടാ. ഇനി കഞ്ഞിപ്പാത്രം എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത ചില നപുംസകങ്ങൾക്ക് അന്നപാത്രം എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെടാതെ വരുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇവൻ ഈ കുമ്പളങ്ങാമുറൻ ചെക്കൻ ഒരു സുഖമില്ലാത്ത കുട്ടിയാ. വിവരക്കേട് വിളിച്ചു പറയും. പാവപ്പെട്ടവന്റെ മുമ്പിൽ കഞ്ഞിപ്പാത്രമേ ഉള്ളൂ കേരളമേ. മനസ്സിലാക്കിക്കോളൂ, സമ്പന്നവർഗം കൂടി മനസ്സിലാക്കിക്കോളൂ. നിന്റെ വിഷമം എന്താണെങ്കിലും പറ, ഞങ്ങളൊന്ന് സന്തോഷിക്കട്ടെ. നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറയാൻ പോകുന്നു? രാവ്, അടിയാളര്, കഞ്ഞിപ്പാത്രം അങ്ങനെയുള്ള വാക്കുകളാണ് ഞങ്ങളുടെ എം പിക്ക് കൂടുതൽ ഇഷ്ടം. പ്ലീസ് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അറിയാലോ, അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാവേണ്ട ആളാണ്. ഈ ജന്മത്തിൽ രായാവ്, അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണൻ, അങ്ങനെ 6 ജന്മത്തിലുള്ള പ്ലാനൊക്കെ മുപ്പര് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കണം. പിന്നെ ഞങ്ങള് പണ്ട് ഇതാണോ വലിയ ഇല്ലാത്തത് കൈ നിന്നിട്ട് കാച്ചു എന്നൊക്കെ പറഞ്ഞത്? ഇതൊന്നും ഇല്ലാത്തല്ല, ഉള്ളത് തന്നെ. കിറ്റ് തന്ന് നിങ്ങളെ വഞ്ചിച്ച് നിങ്ങളുടെ വോട്ട് മേടിച്ച് വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ ആ കിറ്റുമായി ഇനി വരുന്നവന്മാരുടെ മുഖത്തേക്ക് ആ കിറ്റ് വലിച്ചെറിയുന്നതിന് നിങ്ങളെ ഉത്ബോധിപ്പിക്കുക എന്നുള്ളത് ഒരു പൗരൻ എന്ന നിലയ്ക്ക് എന്റെ ചുമതല തന്നെയാണ്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. അയ്യപ്പൻ മനുഷ്യൻ കൂടിയാണ്. ഞാൻ എന്റെ മൂത്ത സഹോദരനായിട്ടാണ് എന്റെ ഹൃദയത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. അതിച്ചിരി കൂടുതലല്ലേ? കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ. പാവം വട്ടായിരുന്നു. മൂത്ത സഹോദരനാണെന്നാണ് പറയുന്നത്. അപ്പോ മാളികപ്പുറത്തമ്മ സഹോദരി ആയിരിക്കില്ലേ? പിന്നെ കൊടുങ്ങല്ലൂരമ്മ, ഗുരുവായൂരപ്പൻ, അങ്ങനെ ഫാമിലി മൊത്തം ഭയങ്കര സെറ്റപ്പാണ്. പാച്ചേട്ടാ, അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. വ്യക്തികൾക്ക് തലോടൽ വേണമെങ്കിൽ കേരളത്തിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവണം, ഒരു മന്ത്രിസഭ ഉണ്ടാവണം. കൂടെ താമസിപ്പിച്ചേ ഞാനൊരു വഴിയിലായി. ഇനി വയ്യാവേലും കൂടെ ഞാൻ എല്ലാരും പാടാ, എല്ലാവർക്കും തരടാ. നിക്ക് ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഇപ്പൊ തരാം, നോക്കിയിരുന്നോ. ഒന്ന് കയ്യിൽ പോയിന്റ് ക്ഷീണം വരെ മാറിയിട്ടില്ല. അപ്പോഴാണ് എന്നെ വിശ്വസിച്ച് എന്നെ വേണം തല്ലാൻ. 8 വർഷമായിട്ട് നിങ്ങൾ എന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും കമന്റ്സ് പറയുമ്പം പോണ്ടിച്ചേരി എന്ന് പറഞ്ഞ് കയറി വരും. ഈ പാപത്തിനൊക്കെ നിങ്ങൾ എവിടെ പോയി ഇനി എന്ത് കഴുകിയാലാണ് ദൈവത്തിൽ നിന്ന് കോപമേൽക്കാതിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും പണക്കാരെയും ഫേമസ് ആയവരെയും ബഹുമാനിക്കാൻ ഈ മലയാളി കിഴങ്ങന്മാർക്ക് അറിയില്ലല്ലോ. നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട് ഞാനൊരു എടുത്തുകാട്ടക്കാരനും പക്വതയില്ലാത്തവനുമാണെന്ന്. എന്റെ ബുദ്ധിപരമായ നീക്കങ്ങളൊക്കെ ഇനി നിങ്ങൾ കാണാൻ തുടങ്ങുന്നേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന സംഭാവനകളെ ലൈക്കായും ഷെയറായും സബ്സ്ക്രൈബായും ഒക്കെ തന്നേക്കണേ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്.